എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് കോട്ടയം സ്റ്റൈൽ ഒരു മീൻകറിയാണ്. അപ്പം കോട്ടയം സ്റ്റൈൽ മീൻകറി തയ്യാറാക്കാനായി ഞാനിവിടെ എടുത്തേക്കുന്നത് അയല മീനാണ്. 1 കിലോ അയല മീനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കോട്ടയം സ്റ്റൈൽ മീൻകറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം കറി തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കുകയാണ്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അതേപോലെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 15 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് എണ്ണയിൽ കിടന്ന് വാടി വന്നിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് 2 നടുക് വെച്ച് മുറിച്ച് ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതൊക്കെ വഴറ്റുമ്പോൾ തീ കുറച്ച് വെച്ച് വേണം വഴറ്റാൻ. അപ്പോൾ എല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പം പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. തീ കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അതിന് ഞാനിതിലേക്ക് 4-5 കഷ്ണം കുടംപുളിയാണ് എടുത്തേക്കുന്നത്. നേരത്തെ അത് ചൂടുവെള്ളത്തിലിട്ട് വച്ചിരുന്നതാണ്. അപ്പോൾ ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇപ്പോൾ ഇതൊക്കെ കറിയും തിളച്ച് വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് ഇപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 1 കിലോ മീനുണ്ട്. അപ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറി തിളച്ച് വരുന്നുണ്ട്. കറി തിളച്ചതിന് ശേഷം നമ്മൾ തവിയിട്ട് ഇളക്കരുത്. കാരണം മീൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് മീൻ തവിയിട്ട് ഇളക്കാൻ പാടില്ല. ഇനി ഇതൊരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് കൂടി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം.
ഇതിലേക്ക് ഞാൻ കുറച്ച് തക്കാളിക്ക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി ഓപ്ഷണലാണ്, കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് തക്കാളി കൂടി ചേർക്കുന്നത്. നമുക്ക് അടച്ചു വെച്ചൊരു 5 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നേരത്തെ നമ്മൾ 1/2 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് കറി നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. നമ്മൾ തവിയിട്ട് ഇളക്കരുത്, കാരണം മീൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് തവിയിട്ട് ഇളക്കാൻ പാടില്ല. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇങ്ങനെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി തീ ഓഫ് ചെയ്ത് കുറച്ച് നേരം അടച്ച് വെച്ചേക്കുക. അപ്പോൾ നന്നായിട്ട് ഇതിനുള്ള എണ്ണയൊക്കെ ഇറങ്ങി നല്ല നോക്കൂ. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല കളറും വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസിയുമായ നമ്മുടെ കോട്ടയം മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ കോട്ടയം സ്റ്റൈൽ മീൻ കറി തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.